ശബരിമലയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റതായി സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. സ്വർണം കണ്ടെത്തുന്നതടക്കമുള്ള തെളിവെടുപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലും ചെന്നൈയിലെ ബെല്ലാരിയിലും എത്തിക്കും. അതേസമയം ഉദ്യോഗസ്ഥ തലത്തിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് നടത്തുന്നതിനൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം ഒക്കെ എങ്ങനെയായിരിക്കും? ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പിലേക്ക് അടക്കം പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ബംഗളൂരുവിലും അപ്പം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലും എത്തിച്ച് തെളിവെടുക്കാനാണ് തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി നമുക്ക് സൂചന ലഭിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം ദ്വാരപാലക ശില്പത്തിലെ പാളിയിൽ ഉണ്ടായിരുന്ന സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ചെടുത്തതിന് ശേഷം ഈ കുറച്ച് സ്വർണം മാത്രം പൂശുകയും ബാക്കി 476 ആകെ 989 ഗ്രാം സ്വർണ്ണമാണ് വേർതിരിച്ചെടുത്തത് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 476 ഗ്രാം സ്വർണം ഇദ്ദേഹം വിൽപ്പന നടത്തിയതായാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തിയിരിക്കുന്നത്. 109 ഗ്രാമോളം സ്വർണം നിലവിൽ ഇത്തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഇതിന് കൂലിയായി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിലെടുത്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളുള്ളത്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ബെല്ലാരിയിൽ സ്വർണം സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനിലേക്ക് എത്തിച്ചത് കൽപേഷ് എന്ന് പറയുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും ഈ സ്വർണം വാങ്ങിക്കൊണ്ട് പോയത്. ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തെ ഇനി ബാംഗ്ലൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തണം. ആ തെളിവെടുപ്പ് നടക്കുന്നതിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. ബംഗളൂരുവിലും അതുപോലെ തന്നെ ചെന്നൈയിലും ഒപ്പം തന്നെ ഈ ബെല്ലാരിയിലും ഗോവർദ്ധന് സ്വർണം വിറ്റതായി പറയപ്പെടുന്ന ബെല്ലാരിയിലും എത്തിച്ച് തെളിവെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മുതലും തൊണ്ടി മുതലും കൂടി കണ്ടെത്തുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ബെല്ലാരിയിലടക്കം ഗോവർദ്ധനിലടക്കം അന്വേഷണ സംഘം ഇതിനോടകം തന്നെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് മുരാരി ബാബുവിൻ്റെ അറസ്റ്റിന് ശേഷം മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടിയിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നത്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാവും. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ കൂടുതൽ പേരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഇവരുടെ വീടുകളിലടക്കം അന്വേഷണ സംഘം ഇതിനോടകം തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അവരുടെ പങ്ക് വ്യക്തമായാൽ അറസ്റ്റിലേക്ക് നീങ്ങാനുമാണ് തീരുമാനം.